ഹായ് ഗൈസ്, ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിരടി എന്ന് പറയുന്ന മൂവിയുടെ ടീസറാണ്, ടൈറ്റിൽ ടീസർ. ആക്ച്വലി ഈ മൂവി വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ടൊവിനോ ഈ മൂന്ന് പേരും കൂടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന സിനിമയാണ്. ആക്ച്വലി ഈ സിനിമയെക്കുറിച്ച് സർപ്രൈസിംഗ്ലി ഞാൻ ടീസർ വന്നപ്പോഴാണ് അറിഞ്ഞത്. എനിക്കിങ്ങനെ ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നതായിട്ടൊരു ഐഡിയ കിട്ടില്ലായിരുന്നു. പൊതുവേ അങ്ങനത്തെ സിനിമകളൊക്കെ അറിയുന്നതാണ്, പക്ഷേ ടൈറ്റിൽ ടീസർ വന്നപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കൊന്ന് കണ്ടു നോക്കാം. അരുൺ അനിരുദ്ധൻ ആണെന്ന് തോന്നുന്നു, പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു ഐഡിയ ഇല്ല പറയാനായിട്ട്, അതാണ്. ഓക്കെ, വിനീത്. ചെയ്തത് ആ ചെക്കനാണ്. ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണ്. അതോ അവര് ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്. എനിക്കതങ്ങനെയല്ല. അവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത രണ്ട് പാലദർശമാണ്. ഒരുത്തം കാട്ടുതീയെങ്കിൽ മാറ്റവും കൂട്ടും കാറ്റ്. ഇപ്പോഴത്തെ ഈ അടിക്ക് വേറെന്തോ കാരണമില്ലേ? ഇനി വേറെ സംസാരമില്ല. നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. അടിയൊക്കെ കുറെ കണ്ടല്ലേ? ഇത് വെറും അടിയല്ല. ആരംഭിക്കലാംഗ്ലാ. റിലീസാണല്ലേ? ഇപ്പൊ 3 മാസമല്ലേ. കോമഡി മൂവി തന്നെ ആയിരിക്കും. കോമഡി ആക്ഷൻ ആയിരിക്കും. ലൈക്ക് ഒരു ഫൺ മൂവി ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരു ഐഡിയ ഇല്ല, ഐഡിയ ഒന്നും കിട്ടുന്നില്ല. എന്നാലും ഒരു കോമഡി ആക്ഷൻ ആവാനാണ്. അല്ല, കോമഡി എന്തായാലും ഉണ്ടാവുമല്ലോ. കോമഡി എന്തായാലും ഉണ്ടാവും. ബേസിലിന്റെ ആണെങ്കിലും വിനീതിന്റെ ലുക്ക് ആണെങ്കിലും ഏതോ ഒരു സിനിമയുടെ ഒരു സാമ്യം എനിക്ക് തോന്നുന്നു. സാമ്യമല്ല, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ആ പേരെനിക്ക് കിട്ടുന്നില്ല. ബേസിലിന്റെ തന്നെ ഫ്ലോപ്പായ സിനിമ മരണമാസം. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ല, പക്ഷെ അതില് ആക്ഷൻ കോമഡി ഉണ്ട്. പക്ഷെ അങ്ങനത്തെ സിനിമ എന്നല്ല. പക്ഷെ എനിക്ക് ആ ഒരു വൈബ് ചെറുതായിട്ട് തോന്നി. അതിന് ബേസിലിന്റെ ലുക്ക് കൊണ്ടായതൊന്നും അറിയില്ല. ഡാർക്ക് കോമഡിയാണ്, പക്ഷെ അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കായില്ല. എനിക്കും വർക്കായില്ല. സോ പക്ഷെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ജെനുവൻലി എങ്ങനെയാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത പോലത്തെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. പുതിയ ഡയറക്ടറാണ്, ഡിഫറെന്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മ്യൂസിക് വിഷ്ണു വിജയാണ്, അടിപൊളിയായിരിക്കും തോന്നുന്നു. അതെവിടെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. മ്യൂസിക് വിഷ്ണു വിജയ്. ഓക്കെ. ഈ എഡിറ്റർ നമ്മുടെ ഈ റിലീസ് നമ്മുടെ ലോക മൂവിന്റെ അല്ലേ? ചമൻ അറിയില്ല. അല്ല, എഡിറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ട് തോന്നുന്നു. ടെക്നിക്കലി നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്, പ്രൊഡക്ഷൻ ക്വാളിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ബേസിന്റെ ലുക്ക്, ടൊവിനോയുടെ ലുക്ക് എസ്പെഷ്യലി എല്ലാം അടിപൊളിയായിട്ട് തോന്നും. വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ ഫ്രീക്വന്റ്ലി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ആ പോസിറ്റീവ് വൈബ് പോയി. മറ്റേ ഷൈൻ ടോം ചാക്കോയായിട്ടൊരു സിനിമ ഉണ്ടല്ലോ, കോമഡി. മറ്റേ ഇയാളിങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു
ഇപ്പൊ എന്നെ ഫോൺ ചെയ്തിട്ട് വീഡിയോ കോൾ ഡാൻസ് മൊത്തത്തില്ല നന്മമാരങ്ങ് പോയി. ചമൻ ചാക്കോ ആണോ നോക്ക്? ചമൻ ചാക്കോ ഫെമിലിയർ നെയിം ആണ്. ലോക. ഓക്കെ, പക്ഷെ ഇത് പറഞ്ഞ പോലെ തന്നെ ലോകയിൽ പോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ എക്സ്പെരിമെന്റൽ ആവാനുള്ള സാധ്യതയാണ്. സോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അവർ പറയും. ചമൻ ചാക്കോ എഡിറ്റർ ആയിട്ടുള്ള സിനിമകൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. സോ എന്തായാലും ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്ന അപ്പോൾ എക്സ്പെരിമെന്റൽ മൂവി എന്ന രീതിയിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കോംബോ ആണ് ഇവർ മൂന്നുപേരും ചേരുക എന്ന് പറയുന്നത്. സോ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.